ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 11. അന്നത്തെ ദിവസത്തിന് വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുള്ളൊരു ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ. അതായത് ജീവിതത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരുപാട് കാരണങ്ങൾ, അല്ലെങ്കിൽ തോൽക്കാൻ ഒരുപാട് കാരണങ്ങൾ നമുക്കുണ്ടാവും, ഇല്ലേ? ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന അവസ്ഥയാകാം, നമ്മുടെ സാമ്പത്തിക ചുറ്റുപാടായിരിക്കാം, നമ്മളെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള തോന്നലായിരിക്കാം, എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇനി ഒന്നിനും പറ്റത്തില്ല, ഞാൻ പൂർണ്ണ പരാജയമാണ് എന്ന് ചിന്തിക്കുന്ന നമ്മുടെ സാഹചര്യമായിരിക്കാം. എൻ്റെ തന്നെ ആയിരുന്നാലും ഇതൊക്കെ നമ്മുടെ മനസ്സിലെ വളരെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ്. എന്നാലും നമ്മുടെ ഒരു ചിന്ത മതി, നമ്മുടെ ഒരു നിമിഷത്തെ നമ്മുടെ അവസ്ഥയിൽ നിന്ന് നമ്മളെടുക്കുന്ന നമ്മുടെ ഒരു തീരുമാനം മതി നമ്മുടെ ജീവിതത്തിലെ വളരെ സൗന്ദര്യമുള്ളതാക്കാൻ, പ്രകാശമുള്ളതാക്കാൻ, കുറച്ചും കൂടെ മനോഹാരിതമുള്ളതാക്കാനായിട്ട്. അതുപോലെ കഴിഞ്ഞ വർഷം 2024 ഈ സമയങ്ങളിൽ ഞാനെടുത്ത തീരുമാനമാണ് എന്നെ ഇന്ന് ഇവിടെ കൂടെ നിർത്തിയിരിക്കുന്നത്. ഞാൻ ഇസ്രായേലിൽ വരാൻ കാരണം അന്ന് ഞാൻ എടുത്ത എൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു. അന്ന് ഞാൻ ആ ഒരു തീരുമാനം എടുത്തപ്പോൾ എൻ്റെ സാഹചര്യം വളരെ മോശമായിരുന്നു, വളരെ ദയനീയമായിരുന്നു, അങ്ങനെ വേണം പറയാൻ. ആ വാക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്. അതായത് കൃത്യമായിട്ട് വാടക പോലും കൊടുക്കാൻ പറ്റാത്ത, മക്കളുടെ ഫീസ് പോലും കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റാത്ത ഒരമ്മയായിരുന്നു ഞാൻ. എൻ്റെ മക്കൾക്ക് നല്ല ആഹാരം പോലും കൊടുക്കാൻ സാധിക്കാത്ത വളരെ ശോചനീയമായ അവസ്ഥയിലൂടെ കടന്നുപോയൊരു വ്യക്തിയായിരുന്നു ഞാൻ. ആ അവസ്ഥയിൽ, അതായത് 0 അല്ല, അതിനും താഴെ -1, -2, 3 എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ കിടന്ന ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ഇസ്രായേലിൽ വരുന്നതിനെക്കുറിച്ച് ഇങ്ങനെ അറിയുകയും അതിനെക്കുറിച്ച് ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ ഗാഢമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഞാൻ സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല, രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. അത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു സത്യമാണ്. നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് വീണ്ടും പറയുന്നു, ഓടാൻ പറ്റുന്നവർ ഓടുക, നടക്കാൻ പറ്റുന്നവർ നടക്കുക, ഇഴഞ്ഞു പോകാനേ പറ്റത്തില്ലെങ്കിൽ ഇഴഞ്ഞു പോവുക. എൻ്റെ അവസ്ഥ ഇഴഞ്ഞു പോകുന്നതിനേക്കാൾ ശോചനീയമായിരുന്നു. ഞാൻ ഇഴഞ്ഞാണ് പോയത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു സാധനം എടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ശ്രമിക്കും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് പരാജയങ്ങൾ എനിക്ക് മുമ്പിൽ വന്നു. അവിടെയൊക്കെ ഞാൻ പരാജയപ്പെട്ടു, ഇല്ലെന്നല്ല, പരാജയപ്പെട്ടു. എന്നെ എൻ്റെ അപ്പോഴത്തെ അവസ്ഥയിൽ എന്നെ സഹായിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ. പിന്നെ എന്നെ കുറ്റപ്പെടുത്തിയ ഒരുപാട് പേരുണ്ട്, എന്നെ കളിയാക്കിയ ഒരുപാട് പേരുണ്ട്, എന്നെ പുച്ഛിച്ച ഒരുപാടുണ്ട്, നിന്നെക്കൊണ്ട് അതിൻ്റെ സാധിക്കുമോ എന്ന് വരെ എന്നോട് ചോദിച്ച വ്യക്തികളുണ്ട്. പക്ഷേ എനിക്ക് അവരോടൊന്നും എനിക്ക് അന്ന് ഒന്നും പറയാനില്ലായിരുന്നു. കാരണം എൻ്റെ അവസ്ഥ എന്താണെന്നും ഞാൻ എന്താണെന്നും ഈ ലോകത്ത് കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തി ഞാനായതുകൊണ്ട് തന്നെ എനിക്ക് അവരോടൊന്നും പറയാനില്ല. പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു ഈ അവസാന നിമിഷം വരെ. എനിക്കവിടെ എത്തിപ്പെടാൻ സാധിക്കുമോ, എനിക്കതിന് സാധിക്കുമോ എന്നുള്ളൊരു ഭയം എന്നിലുണ്ടായിരുന്നു. ആ ഭയത്തെ പോലും ഞാൻ അതിജീവിച്ചത് എൻ്റെ 2 കുഞ്ഞുങ്ങളുടെ മുഖമാണ്. അവർ ജീവിക്കുന്ന അവരുടെ സാഹചര്യമാണ്. ഒരിക്കലും എൻ്റെ മക്കൾ ഒരിക്കലും പറയാൻ പാടില്ല, കുഞ്ഞുങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല, ഇതുപോലൊരു അമ്മയുടെ മക്കളായി ജനിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇതൊന്നും ലഭിക്കാതെ പോയതെന്നൊരിക്കലും മക്കൾ പറയാൻ പാടില്ല. ആ ഒരൊറ്റ ചിന്തയാണ്, ആ ഒരൊറ്റ വികാരമാണ്, ആ ഒരൊറ്റ ഇതിൽ നിന്നാണ് ഞാൻ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തത്. കരഞ്ഞപ്പോഴൊന്നും ആരെയും കണ്ടിട്ടില്ല, എൻ്റെ സങ്കടങ്ങൾ ഞാൻ ആരോടും പങ്കുവച്ചിട്ടുമില്ല. പിന്നെ പലരുടെ മുമ്പിലും അവസ്ഥയിൽ സഹായം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എന്നെ ആരും സഹായിച്ചില്ല. പ്രതീക്ഷിക്കാത്ത കരങ്ങളിൽ നിന്നും ദൈവം സഹായിച്ചു. അവരിലൂടെ ദൈവം സഹായിച്ചു എന്ന് ഞാൻ പറയും. അങ്ങനെ എൻ്റെ എല്ലാ തടസ്സങ്ങളെ അതിജീവിച്ചു. ഞാൻ ഇൻ്റർവ്യൂവിന് വന്നു. ഇൻ്റർവ്യൂവിനും എന്നെ ദൈവം പരീക്ഷിക്കാൻ വേണ്ടി സാധാരണ 2, 3, മാക്സിമം 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഇൻ്റർവ്യൂ എനിക്ക് 15 മിനിറ്റോളം ഉണ്ടായിരുന്നു. അത് ഒരു 7-8 മിനിറ്റ് അവിടെ വെറുതെ ഇരുന്നു. അവിടെ കുറേ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം പോയി.
അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിനോട് ആ സമയവും പറഞ്ഞുകൊണ്ടിരുന്നു, ഇത് നിനക്ക് ദൈവം തരുന്ന ഒരു അവസരമാണ്, ഇതിൽ നീ പരാജയപ്പെടാൻ പാടില്ല. എന്നോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചു, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എല്ലാത്തിനും ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് എൻ്റെ മനസ്സാക്ഷിയെ തൊട്ട് ഞാൻ ആൻസർ പറഞ്ഞു. ലാസ്റ്റ് എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കാൻ പറഞ്ഞു. പുള്ളിക്കാരനോട് പേരും ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. പുള്ളിക്കാരൻ്റെ മുമ്പിൽ വെച്ച് എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോഴും പതറിയില്ല, കാരണം എനിക്ക് ജീവിക്കണം. എങ്ങനെ ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അന്നേരം ആ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനായിരുന്നാലേ പറ്റത്തുള്ളൂ. അതാണ് കാര്യം. അങ്ങനെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഞാൻ ഇങ്ങനെ പതുക്കെ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ എന്നെ എത്തിച്ചു എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ എന്നെക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഒരു ചെറിയ കാര്യം മറ്റുള്ളവർക്ക് ചെറുതായിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു 2024. ഞാൻ അന്നെടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. എല്ലാവരും വിളിക്കുമ്പം ഒരു വളരെ അത്ഭുതത്തോടു കൂടിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഒന്നുമില്ലാതെ നിന്നിട്ടും നീ അവിടെ എത്തിയില്ലേ, നിന്നെ കൊണ്ടത് സാധിച്ചില്ലേ. അന്ന് എൻ്റെ കൂടെ ആരുമില്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പം പലരും പറയുന്നത് മക്കളുടെ ഭാഗ്യമാണ്, നിൻ്റെ മക്കൾക്ക് അത് അനുഭവിക്കാൻ യോഗമുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ അന്ന് ആ തീരുമാനം എടുത്തത്. മനസ്സിലായില്ലേ? അതോർത്ത് ഞാൻ ഇന്ന് വളരെയേറെ സന്തോഷിക്കുന്നു. കാരണം കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഒക്കെ മാറും. എല്ലാം മാറി ഞങ്ങൾക്കും ഒരു നല്ലൊരു ജീവിതം ഉണ്ടാവും. എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ സന്തോഷത്തോടെ എനിക്കും ജീവിക്കാൻ സാധിക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് ഓരോ ദിവസങ്ങളിങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അന്നേരം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണേൽ കാണാനായിട്ട്. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു.